പ്രിയപ്പെട്ട സുമന സാറിന്റെ ഓർമ്മകളിൽ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ വളരെ ഏറെ പ്രാവശ്യം ഈ വീട്ടിൽ വന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ സാറിന്റെ യുക്തിവാദ ആശയങ്ങളോട് ഞാൻ യോജിച്ചിരുന്ന ഒരാളല്ല, ഞാനൊരു ചിത്രകാരൻ മാത്രമായിരുന്നു. പക്ഷെ സാറിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതേപോലുള്ള വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നേറാനായിട്ട് പ്രചോദനമായത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയാണ്. തെങ്കളത്തിൽ പത്മനാഭൻ എന്ന വേടപ്പായിലുള്ള അദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹം SNDP യോഗം ഗുരുദേവൻ സ്ഥാപിച്ച കാലത്ത് 1ാം നമ്പർ SNDP ആനന്ദാശ്രമം SNDPയുടെ സെക്രട്ടറി ആയിട്ട് വളരെ കാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ആ ഇരുണ്ട കാലഘട്ടത്തിൽ പോലും SNDP പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിന്നിരുന്ന ആ പിതാവിന്റെ പ്രചോദനത്തിലാണ് സാറ് മുന്നോട്ട് വന്നെന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നീട് ചിത്രകാരൻ എന്ന നിലയിൽ ഒരു കാലഘട്ടത്തില് സ്കൂളുകളിൽ ചിത്രകല അധ്യാപകരുടെ നിയമനം നിരോധിച്ച വേളയിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി താൽക്കാലികമായിട്ട് സാറിന്റെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും പിന്നീട് കോടതിയിലൊക്കെ പോയി സാറ് നിയമ പോരാട്ടം നടത്തി ആ ജോലിയിൽ തിരിച്ചു തന്നതുമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ ചിത്രകലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ VS അച്യുതാനന്ദൻ, മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദൻ ആകെ കൂടി ഒരാളെ മാത്രമേ ലളിതകല അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് ഈ സുമന സാറിനെയാണ്. VS പറഞ്ഞിട്ട് ലളിതകല അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായിട്ട് തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു സുമന സാർ. ചിത്രകലയ്ക്ക് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ സുമന സാറിനൊപ്പം ധാരാളം എക്സിബിഷനുകൾ പങ്കെടുത്തിട്ടുണ്ട്. പലപ്പോഴും പല ആശയങ്ങളിലും ഞങ്ങള് വേറിട്ട് ചിന്തിക്കപ്പെടും. ചിത്രകലയിൽ എന്റെ വളർച്ചയ്ക്കും ഏറ്റവും കൂടുതൽ, ഇവിടുത്തെ പല ചിത്രകാരന്മാരുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് അദ്ദേഹത്തിന്റെ അകമറിഞ്ഞ പിന്തുണ, സാമ്പത്തിക സഹായം ഒക്കെയാണ്. ഈ വേളയില് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. സാറിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചവരൊക്കെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് പറയാൻ. പറവൂർ ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 7ാം ക്ലാസ്സിലാണ് സാറോട് വരുന്നത്. അന്ന് വരവ് ഗിഫ്റ്റ് പറഞ്ഞത്. അന്ന് സ്കൂളിൽ അധ്യാപകരൊന്നും അങ്ങനെ പാൻറ് ഉപയോഗിക്കുന്നവർ. പാൻറിട്ട് വന്ന അധ്യാപകരിൽ ആദ്യത്തെ ഒരാളാണ് അദ്ദേഹം. വന്നിട്ട് ചിത്രകലയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷേ ക്ലാസ്സുകളിലൊന്നും അദ്ദേഹം ചിത്രകല അല്ല പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഏതെങ്കിലും ഒരു ചിത്രം ഒന്ന് വരച്ചിട്ടിട്ട് ഞങ്ങളോടത് പകർത്താൻ പറയും. പകർത്തി കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം അതെല്ലാം മടക്കി വെക്കാൻ പറയും. മടക്കി വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ വർത്തമാനങ്ങൾ പറയും. ആദ്യം അദ്ദേഹം ഹിപ്നോട്ടിസം അറിയുമോ എന്നാണ്, കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അന്ന് ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചൊന്നും അറിയില്ല. അത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ട് ബോർഡിൽ ഒരു വലിയ വൃത്തം വരച്ച് ഞങ്ങളെല്ലാവരെയും അതിലേക്ക് ശ്രദ്ധിക്കാൻ ഇങ്ങനെ പുള്ളി ആവശ്യപ്പെട്ടു. ആ ക്ലാസ്സുകൾ ഇങ്ങനെ തുടങ്ങി. പിന്നെ അദ്ദേഹം ക്ലാസ്സിൽ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവരായിരുന്നു ഞങ്ങൾ. പിന്നീട് ശരിക്കും ഞങ്ങളുടെയൊക്കെ ശ്രദ്ധ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. പിന്നീട് ഒരിക്കലെപ്പോഴോ പല ക്ലാസ്സുകളിൽ ഞങ്ങളെ അദ്ദേഹം ഉറക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹത്തെ ഞങ്ങളോട് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ യഥാർത്ഥ ക്ലാസ് പിന്നീട് വരാനിരുന്നതാണ്. പിന്നീട് അദ്ദേഹം ചോദിച്ച പ്രധാന ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ദൈവത്തെ കണ്ടിട്ടുള്ളവർ കൈവക്കാൻ പറഞ്ഞു. കുറേ കുട്ടികളൊക്കെ കൈവക്കും. ഞാനന്ന് ഭയങ്കര നിരന്തരം അമ്പലത്തിൽ പോകുന്ന ആളാണ്. ഞാനും പൊക്കി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എവിടെ വെച്ചാൽ കണ്ടത്? അമ്പലത്തിൽ വെച്ച് കണ്ടു. പിന്നെ വീട്ടിലെ കലണ്ടറിൽ കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളിപ്പോൾ എന്നോട് വർത്തമാനം പറയുന്നുണ്ടോ? നിങ്ങളുടെ ദൈവത്തോട് എന്താണ് സംസാരിച്ചത്? അപ്പോൾ ആർക്കും വർത്തമാനമില്ല. അപ്പോൾ ഞങ്ങൾ പലതും പറഞ്ഞു. പക്ഷെ എന്ത് മറുപടി കിട്ടി? ഇങ്ങനെ ക്രമേണ ദൈവവും ഭൂതവും പ്രേതവും ഒക്കെ നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണെന്ന് വളരെ ലളിതമായി ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിരന്തരമായി അംബേദ്കറുടെ ജീവചരിത്രം പല ക്ലാസ്സുകളിലായി അദ്ദേഹം നമുക്ക് പറഞ്ഞു. ഒട്ടേറെ ഇത്തരത്തിലുള്ള യുക്തിചിന്തയും യുക്തിബോധവുമുള്ള ഒത്തിരി ആളുകളുടെ ജീവിതവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ മുതൽ ഡിഗ്രി വരെ സയൻസ് പഠിച്ച ആളാണ്. SD കോളേജിൽ നിന്നാണ് ഞാൻ ബിരുദമെടുത്തത്.
പക്ഷെ ഞാൻ പഠിച്ച ഒരു സയൻസും എനിക്ക് ശാസ്ത്രബോധം ഉണ്ടാക്കി തന്നിട്ടില്ല. എനിക്ക് ശാസ്ത്രബോധം ഉണ്ടാക്കി തന്നത് ഒരു സയൻസും പഠിപ്പിക്കാത്ത കേവലം ചിത്രകലാ അധ്യാപകനായിരുന്ന സുമന സാറിൻ്റെ ക്ലാസ്സിലെ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ എത്തിക്കാൻ കഴിഞ്ഞത് മാത്രമാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ പറവൂർ സ്കൂളിൽ പഠിച്ച ഒട്ടേറെ വിദ്യാർത്ഥികളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിബോധമുള്ളവരും ശാസ്ത്രീയതയുള്ളവരും ആക്കുന്നതിന് സഹായിച്ചത് ഇദ്ദേഹമാണ്. എനിക്ക് തോന്നിയത് സംഗതി സിലബസിലല്ല ഒരാൾ നല്ല വിദ്യാർത്ഥിയായി മാറുന്നത്, സിലബസിന് വെളിയിൽ നിന്ന് ഇങ്ങനെയുള്ള ആളുകൾ ഇടപെടുമ്പോഴാണ്. ഒരുപക്ഷെ ഒരിക്കലും സിലബസ് പഠിപ്പിക്കാതെ സിലബസിന് വെളിയിൽ നിന്നും ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ കാര്യപ്രാപ്തിയുള്ളവരാക്കിയ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് എനിക്കൊരു അനുഭവം കൂടി ഉണ്ടായത്. കക്കുകളി എന്നൊരു നാടകം ഞാൻ എഴുതുകയുണ്ടായി. അത് പിന്നീട് ഇത്തിരി വിവാദമാവുകയും ഹൈക്കോടതി ആ നാടകം നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും സഭ, ക്രിസ്തീയ സഭ ആ നാടകത്തിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് എന്നെ ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞു. കണ്ടിട്ട് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഇരുന്നതിൻ്റെ ഒരു ഗുണം അങ്ങനെയെങ്കിലും ഉണ്ടായല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അന്നത്തെ സഭയിലെ ചില കാര്യങ്ങളൊക്കെ കഥയിൽ, എൻ്റെ കഥയല്ല, ഫ്രാൻസിസ് കഥയെ നാടകമാക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ ഒരു സന്തോഷം നൽകാൻ കഴിഞ്ഞതിനുള്ള ഒരു ചാരിതാർത്ഥ്യത്തിലൂടെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ യാത്രയാക്കുന്നത്. ഞാനിന്ന് ഫേസ്ബുക്കിൽ എഴുതിയായിരുന്നു, അമ്പലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ കണ്ടെത്തുന്ന സ്ഥലം ആശുപത്രി. എല്ലാവരും വിശ്വാസികളെല്ലാവരും അങ്ങനെയാണല്ലോ. പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശവശരീരം അവിടെ ചെല്ലുമ്പോൾ യാതൊരു സംശയവും വേണ്ട, അദ്ദേഹത്തിൻ്റെ ശവശരീരം ചെല്ലുന്ന മുറിയിൽ നിന്ന് ദൈവം അവിടെ നിന്ന്, അദ്ദേഹം പറയുന്ന ദൈവമല്ല, അവിടെ നിന്ന് അദ്ദേഹത്തെ നമിക്കുന്നുണ്ടായിരിക്കും. കാരണം ദൈവത്തിനപ്പുറം എന്തൊക്കെയോ കാര്യങ്ങളാണ് അദ്ദേഹം ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തത്. എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മതി, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, സുമനസാറിന്റെ ബന്ധുമിത്രാദികളെ, സഹപ്രവർത്തകർ, എനിക്ക് മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിലുള്ള നഷ്ടം എന്റെ സുഹൃത്തുക്കൾ തന്നെ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞു. മരണം എല്ലാവർക്കും അനിവാര്യമായ ഒരു കാര്യമാണ്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എന്തു ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ ശാസ്ത്രാവബോധം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൗരന്റെ മൗലിക കർത്തവ്യമാണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് നിർവഹിച്ചിട്ടുള്ളത്. ശാസ്ത്രാവബോധമില്ല എന്നത് നിരവധി ഉദാഹരണങ്ങൾ, അതിനുള്ള വേദിയല്ല അതുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് സുമന സാറ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞെങ്കിലും സുമന സാറിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു എൻഡോമെന്റ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ ഗേൾസ് ഹൈസ്കൂളിലെ ഓരോ വർഷവും 15 വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പഠന സഹായത്തിനുള്ള നൽകുന്നതിനുള്ള ഒരു ഏർപ്പാട് അദ്ദേഹം വളരെ മുൻകൂട്ടി കഴിഞ്ഞ കൊല്ലം കൊടുത്തിട്ടുണ്ട്. ഇക്കൊല്ലവും ഗേൾസ് ഹൈസ്കൂളിന് കൊടുക്കും. അങ്ങനെ ഇവിടെ സഹകരണ ബാങ്ക് നിലനിൽക്കുന്ന കാലത്തോളം, സഹകരണ ബാങ്കിലാണ് അദ്ദേഹം നിക്ഷേപം ഇട്ടിട്ടുള്ളത്, ആ നിക്ഷേപം നിലനിൽക്കുന്ന കാലത്തോളം ഓരോ വർഷവും 15 വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രാവബോധം പ്രചരിപ്പിക്കുക, എന്താണ് ശാസ്ത്രാവബോധം എന്ന് ബോധ്യപ്പെടുത്തി ആ കുട്ടികളെ ആ എൻഡോമെന്റ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഇക്കൊല്ലവും ആലപ്പുഴ ഗേൾസ് സ്കൂളിന് കൊടുക്കും. അടുത്ത കൊല്ലം മുതൽ ജൂൺ 9-ാം തീയതിയാണ് അടുത്ത കൊല്ലം മുതൽ കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ മരണം നിലനിർത്തുകയും അദ്ദേഹം ചെയ്ത പ്രവർത്തികളുടെ തുടർ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടി സംഘത്തെ, അല്ലെങ്കിൽ സംഘത്തിന്റെ സഹോദര സംഘടനയായ AT കോർ ട്രസ്റ്റിൽ 2 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും ആ നിക്ഷേപം വെച്ചിട്ടാണ് ആ എൻഡോമെന്റ് സ്ഥാപിക്കുന്നത്. അങ്ങനെ സമൂഹത്തിലെ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെയൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശാസ്ത്ര രംഗത്തായാലും, ചിത്രകലാ രംഗത്തായാലും, ശബ്ദമലിനീകരണ രംഗത്തായാലും, പരിസ്ഥിതി സംരക്ഷണ രംഗത്തായാലും, ഇങ്ങനെ എല്ലാ രംഗത്തും തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അദ്ദേഹം ഒരു സമയത്തും വെറുതെ ഇരുന്നില്ല. ഏതാണ്ട് 84-85 വയസ്സ് അവസാനിക്കുന്ന ഈ ഘട്ടത്തിലും
നിരന്തരമായിട്ട് സാധാരണ വിശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ഓരോ പ്രവർത്തനങ്ങളും നടത്തി വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്തു വന്ന പ്രവർത്തനം ഇനിയും തുടർന്ന് പ്രവർത്തിക്കാൻ ആലപ്പുഴയുടെ പ്രവർത്തകർക്ക് ഊർജം നൽകിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. അത് ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ അത് വളരെ ഭംഗിയായിട്ട് തുടരുന്നതിനുള്ള പ്രോത്സാഹനം നമ്മളെ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥനയുണ്ട്. അത് ഈ അനുശോചന പരിപാടികൾക്ക് ശേഷം ഈ മാസം 20-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് ഇവിടെ തൊട്ടടുത്ത സ്കൂളിൽ വെച്ചോ അല്ലെങ്കിൽ KSDയുടെ ഹാളിൽ വെച്ചോ ഒരു വിപുലമായ അനുസ്മരണ സമ്മേളനം ഉണ്ടാകുന്നുണ്ട്. അതിലും തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും സുഹൃത്തുക്കൾക്കും നേരിട്ടുള്ള ഈ ദുഃഖത്തിൽ കേരള യുക്തിവാദി സംഘത്തിന്റെ പ്രവർത്തകൻ എന്ന രീതിയിൽ, ട്രസ്റ്റിന്റെ സെക്രട്ടറി എന്ന രീതിയിൽ നിങ്ങളോടൊപ്പം തന്നെ ഞാനും പങ്കുചേരുന്നു. ചോദ്യങ്ങൾ വേർപിരിയൽ ഇപ്പോഴും വേദനകരമാണ്. ഏറ്റവും അടുത്ത ആളുകളാകുമ്പോൾ ആ വേദനയ്ക്ക് ആഴം. ഇവിടെ സുമൻ സാറ് നമ്മളെ വിട്ടുപിരിയുന്നത് ഒട്ടേറെ ഓർമ്മകൾ നമ്മളിൽ ഓരോരുത്തരും അവശേഷിപ്പിക്കുന്നതാണ്. സാറിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സാർ ഒരു പോരാളിയായിരുന്നു എന്നതിനപ്പുറം പോരാളികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളുമായി എന്നും അദ്ദേഹം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ സാമ്പത്തികമായിട്ടും നിയമപരമായിട്ടും ഒക്കെ സഹായിക്കാൻ എല്ലാ കാലവും സുമൻ സാർ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾക്ക് തന്നെ കാപ്പിയും മറ്റ് പലഹാരങ്ങളും ഒക്കെ കൊടുത്തുവിടണം എന്നുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് ഇവിടെ നടപ്പിലായത്. അപ്പൊ മറ്റുള്ളവരുടെ ആ ദുഃഖങ്ങളിലും മറ്റുള്ളവരെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന സുമനൻ സാർ നമുക്ക് ഒരു വലിയ നഷ്ടമാണ്. ഇതുപോലെയുള്ള ആളുകൾ ഈ ലോകത്ത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ജീവിച്ച കാലം മുഴുവൻ ആ ആശയത്തിന് വേണ്ടി ജീവിക്കുകയും മരണശേഷവും അത് തുടർന്നും ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നിശ്ചലവാദ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ദുഃഖാർത്തരായ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, സുഹൃത്തുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞാന് സുമൻ സാറിന്റെ ഒരുപാട് കരുതലും സ്നേഹവും ആദരവും എല്ലാം പിടിച്ചു പറ്റിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ എന്നെയും മാത്രമല്ല, എന്റെ മക്കളെയും എന്റെ ഭാര്യയെയും എല്ലാവരും സാറിന്റെ അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു സുഹൃത്തായിരുന്നു. സാറിന്റെ ഭൗതിക ശരീരം പഠനത്തിന് പോകുമ്പോൾ സാറും നമ്മളിലൊരു പഠനത്തിന് വിധേയമാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. സാറിന്റെ എല്ലാ ഇതോടുകൂടിയുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുപോലെ കരുതലും സ്നേഹവും എന്ന് വെച്ചാല് എന്നും എപ്പോഴും എന്നെ വിളിക്കുന്ന ഒരാളായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കുന്നുണ്ട്. സാറ് പ്രത്യേകിച്ചാണെന്നെ കൗതുകത്തോട് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ പറ്റി വരുന്ന വാർത്തകൾ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അത് ഓർത്ത് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. എല്ലാ കരുതലിനും ആദരവിനും എല്ലാത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ദുഃഖത്തിൽ പങ്കുചേർന്നു. നന്ദി, നമസ്കാരം.